ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അർച്ചന കുഞ്ഞുമായി നെല്ലുശ്ശേരിയുടെ പടിയിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. സച്ചി എത്ര പറഞ്ഞിട്ടും അർച്ചന കേൾക്കുന്നില്ല. അതുപോലെ തന്നെ ആതിരയും അനഘയും പറയുന്നുണ്ട്, എന്നിട്ടും കേൾക്കുന്നില്ല. എൻ്റെ പിന്നാലെ വരരുത് എന്ന് സച്ചിയേട്ടൻ എനിക്ക് വാക്ക് തരണമെന്ന് അർച്ചന സച്ചിയോട് പറയുന്നു. നിനക്ക് ഞാൻ ഒരു വാക്കും തരില്ല, എനിക്ക് സൗകര്യമുള്ളതുപോലെ ചെയ്യും. നീ പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ, എന്ത് വേണമെന്ന് എനിക്കറിയാം എന്ന് ആകെ തകർന്നു പോയ സച്ചി പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. ആതിര ഇപ്പോൾ കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കരുത് സച്ചിയേട്ടനെ, നിങ്ങൾ വേണം സമാധാനിപ്പിക്കാൻ. ഒന്നും ഉപേക്ഷിച്ച് പോവുമല്ല, ഞാൻ തിരിച്ചു വരും. എനിക്കും കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ അർച്ചന അവരോട് പറയുന്നുണ്ട്. സങ്കടപ്പെട്ട് നിൽക്കുകയാണ് സച്ചി. അർച്ചന അവിടേക്ക് വരുന്നു. മോളെ വാ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ സച്ചി കുഞ്ഞിനെ എടുത്ത് ചുംബിക്കുന്നു. അർച്ചനയും കരയുന്നുണ്ട്. പക്ഷേ സച്ചി കാണാതെ തിരിഞ്ഞു നിന്ന് കരയുന്നു. സച്ചി കുഞ്ഞിനെ ആതിരയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. സച്ചിയേട്ട എന്ന് പറഞ്ഞ് അർച്ചന വിളിക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കാതെ കരഞ്ഞുകൊണ്ട് സച്ചിയും അവിടെ നിന്ന് പോയി. തുടർന്ന് സേതുമാധവനെ കാണിക്കുന്നുണ്ട്. സച്ചി അർച്ചന പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സേതു ഓർത്തിരിക്കുന്നത്. ഇപ്പോൾ നെല്ലുശ്ശേരിയിലേക്ക് ഒരു കാറ് വന്നു. കാറിന്റെ ഓണടി ശബ്ദം കേൾക്കുന്നുണ്ട് സേതു. ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കുന്നുണ്ട്. പെട്ടെന്ന് സേതുവിന് വയ്യാതെ വരുന്നു. അർച്ചന താഴേക്ക് ഇറങ്ങി വരുന്നു. അർച്ചനെ ഒന്ന് നിന്നെ എന്ന് പറഞ്ഞ് അവന്തിക അർച്ചനയുടെ അരികിലേക്ക് വരുന്നു. സേതുവിന്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു അർച്ചന. സേതു ചുമയ്ക്കുന്നത് അർച്ചന കേട്ടു. നീ എങ്ങോട്ട് പോവുകയാണെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അച്ഛൻ വല്ലാണ്ട് ചുമയ്ക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് വരാം. അച്ഛൻ്റെ കാര്യങ്ങൾ ഇനി ഞാൻ നോക്കിക്കോളാം, നീ ഇടപെടണം എന്നില്ല. അർച്ചന പറയുന്നു, അച്ഛൻ്റെ കാര്യങ്ങളിൽ എപ്പോൾ ഇടപെടണ്ട എന്ന് ഏട്ടത്തി പറയേണ്ട കാര്യമില്ല. ഞാൻ ഇവിടുന്ന് വൃന്ദാവനത്തിലേക്ക് പോയാലും ഈ വീടിൻ്റെ മരുമകളല്ലാണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ അർച്ചന സേതുവിൻ്റെ മുറിയിലേക്ക് വന്നു. അപ്പോൾ വയ്യാണ്ട് ഇരിക്കുകയാണ് സേതുമാധവന്. എന്താ അച്ഛ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അർച്ചന സേതുവിന് ഒരു ടാബ്ലറ്റ് എടുത്ത് കൊടുക്കുന്നു. ഈ സമയം അവന്തിക ആതിരയോട് പറയുന്നു, യാത്രയാക്കാൻ ഇറങ്ങിയതായിരിക്കും. എന്താ സംശയം എന്ന് ആതിര പറയുമ്പോൾ അനഘ പറയുന്നുണ്ട്, താമസിയാതെ ഇതിലും വലിയൊരു യാത്രയയപ്പ് ചേച്ചിക്കും കിട്ടും. അർച്ചന സേതുവിന് ഒരു ടാബ്ലറ്റ് എടുത്ത് കൊടുത്തു. ചുമ വരുമ്പോൾ ഈ ടാബ്ലറ്റ് കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. സേതു അത് കഴിച്ചു. നെഞ്ചിൽ തടവി കൊടുക്കുകയാണ് അർച്ചന. ഇനി എപ്പോഴെങ്കിലും ചുമ വന്നാൽ അപ്പോൾ തന്നെ ആ ടാബ്ലറ്റ് എടുത്ത് കഴിക്കണമെന്ന് അർച്ചന പറയുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമെന്നും പറയുന്നു. ഇപ്പോൾ ആശ്വാസമായോ എന്ന് ചോദിക്കുന്നു. ആതിരയും അനഘയും അവന്തികയും അവിടേക്ക് വന്നു. അച്ഛന് ഉള്ളിൽ വല്ലാത്ത കുറ്റബോധമുണ്ട്, അതിൻ്റെ വെപ്രാളമാണിത് എന്ന് ആതിര പറയുന്നുണ്ട്. സ്നേഹയും അവിടെ എത്തി. പക്ഷേ പുറത്ത് കാണിക്കാൻ വയ്യല്ലോ എന്ന് ആതിര പറയുമ്പോൾ അനഘ പറയുന്നു, അങ്കിളിൻ്റെ ഉള്ളിൽ അർച്ചന എടുത്ത് ഇവിടുന്ന് പോകണ്ട എന്ന് തന്നെയാണ് ആഗ്രഹം. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ടോ അങ്കിളിന് ഇത് പറയാൻ കഴിയുന്നില്ല. ആരെയാണ് അങ്കിൾ ഇത്രയ്ക്ക് പേടിക്കുന്നത്? ആതിര പറയുന്നു, അച്ഛൻ ഇപ്പോൾ ഒരു വാക്ക് അച്ഛ ചേച്ചിയോട് പറഞ്ഞാൽ ചേച്ചി പോവില്ല. അച്ഛ, അർച്ചന അടുത്ത് പോകുമെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും വിഷമം തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. എടുത്ത് പോകണ്ട എന്നാണ് അർച്ചൻ്റെ മനസ്സിലെങ്കിൽ അത് അച്ഛൻ തുറന്നു പറഞ്ഞൂടെ? അച്ഛ, എല്ലാ പ്രശ്നവും അവസാനിക്കാൻ അച്ഛൻ്റെ ഒരു വാക്ക് മതിയെന്നും ആതിര പറയുന്നു. അച്ഛ ചേച്ചിയെ എന്നും നമ്മുടെ വീട്ടിലുണ്ടാകുമെന്നും പറയുന്നു. എന്നാൽ സേതു ഒന്നും പറയുന്നില്ല. ആ സമയത്ത് തന്നെയാണ് അവന്തിക അവിടേക്ക് വന്നത്. അച്ഛ എന്ന് പറഞ്ഞ് അവന്തിക അവിടെ എത്തി. ഇല്ലെങ്കിൽ സേതു പറഞ്ഞേനെ. നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ കൂടി നിന്ന് അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ? ഇത്രയും ബിൽഡപ്പിന്റെ ആവശ്യമൊന്നുമില്ല. എന്തോ തീരാ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് പോലെയാണ് നിങ്ങളുടെ സംസാരം. ആരൊക്കെ ഇവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ വീട്ടിലെ കാര്യം പഴയതുപോലെ തന്നെ നടക്കും. അച്ഛൻ്റെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. അനഘ പറയുന്നു, നെല്ലുശ്ശേരി വീടിന് ഇതൊരു തീരാ നഷ്ടം തന്നെയാണ്. അത് പറഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലാവില്ല. അച്ഛച്ചിയുടെ വില എന്താണെന്ന് ചേച്ചി ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ എന്നാതിരയും പറയുന്നു. ഇപ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകാൻ. അച്ഛൻ്റെ മനസ്സ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് അച്ഛനോട് ഒരു പരിഭവവും ഇല്ല. എല്ലാവരും പുറത്ത് നിൽക്ക്, അച്ഛൻ റെസ്റ്റ് എടുക്കട്ടെ എന്ന് അർച്ചന. എനിക്ക് വേണ്ടി ഇനി ആരും അച്ഛനോട് സംസാരിക്കേണ്ട എന്നും അർച്ചന പറയുന്നു. എൻ്റെ ഈ തീരുമാനത്തിൽ അച്ഛന് പങ്കില്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട എന്നും അർച്ചന പറയുന്നു. അങ്ങനെ അനഘയും ആതിരയും സ്നേഹയും അവിടെ നിന്ന് പോയി. എടുത്തേയും പോയിക്കോ, ഞാൻ അച്ഛനോട് രഹസ്യം പറയാൻ പോകുന്നില്ല എന്ന് അർച്ചന പറയുന്നു. അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവന്തിക പുറത്തേക്ക് വന്നു. ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പേ ഒരു ടാബ്ലറ്റും കൂടി കഴിക്കാനില്ല അച്ഛാ, ഞാൻ അതുകൂടി എടുത്തു തരാമെന്ന് പറഞ്ഞ് അർച്ചന ആ ടാബ്ലറ്റും സേതുവിനും കൊടുക്കുന്നു.
ഞാനെന്നാ ഇറങ്ങട്ടെ അച്ഛാ എന്ന് പറഞ്ഞ് അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ മോളെ എന്ന് പറഞ്ഞ് പിന്നിൽ നിന്നും സേതു വിളിച്ചു. ഞാനെന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, വേണ്ടച്ച, അവരൊക്കെ പറഞ്ഞതുപോലെ അച്ഛൻ്റെ തീരുമാനം അച്ഛൻ മാറ്റണ്ട. ഈ മാറ്റം എനിക്കും ഇപ്പോൾ അത്യാവശ്യമാണ്. അത് പിന്നീട് അവർക്ക് മനസ്സിലാവും. പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ കല്യാണ സാരിയൊക്കെ എടുത്ത് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി ഇവിടുന്ന് പോകണമെന്നായിരുന്നു ആഗ്രഹം. ദൗർഭാഗ്യം കൊണ്ട് എനിക്കതിന് സാധിച്ചില്ല. അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് സേതുവിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ സേതു പിന്നിലേക്ക് മാറുകയാണ്. എന്നെ ശപിക്കരുത് എന്ന് കൈകൂപ്പി കരഞ്ഞുകൊണ്ട് അർച്ചന സേതുവിനോട് പറയുന്നു. എന്നിട്ട് അർച്ചന അവിടെ നിറങ്ങി. അർച്ചന പോയപ്പോൾ സേതുവും കരയുകയാണ്. ധനുഷ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കായിരുന്നു. അനഘ കുഞ്ഞിനെ എടുത്ത് അവിടെ നിൽക്കുന്നുണ്ട്. കണ്ണുനീര് തുടച്ച് അർച്ചന അവിടേക്ക് വരുന്നു. സന്ദീപും അവിടേക്ക് ഇറങ്ങി വരുന്നു. എടുത്തി പോയാൽ സച്ചിയേട്ടൻ തകർന്നു പോവും എന്ന് സന്ദീപ് പറയുമ്പോൾ അർച്ചന പറയുന്നു, ഒരിക്കലുമില്ല, തകരാനും ഉപേക്ഷിക്കാനുമല്ല. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തി ശ്രമിക്കുന്നത്. പോയിട്ട് വരാമെന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറയുകയാണ് അർച്ചന. ഇത് കണ്ട് സന്തോഷിക്കുകയാണ് അവന്തിക. അർച്ചന അവന്തികയെ ഒന്ന് നോക്കുന്നുണ്ട്. ആതിര ബാഗുമായി ഇറങ്ങി വന്നു. കുഞ്ഞുമായി അനഘയും ഇറങ്ങി വരുന്നു. ബാഗ് ആതിര ബാഗിൽ ആ കാറിലേക്ക് വെച്ചു. അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ഉമ്മറത്ത് നിന്ന് അർച്ചനെ ഒന്ന് നിന്നെ എന്ന് പറഞ്ഞ് അവന്തിക അർച്ചനയെ പിന്നിൽ നിന്ന് വിളിച്ചു. നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷവും ഇല്ല. പക്ഷേ ഇനി നീ ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരില്ല എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഈ സമയം കാറിൻ്റെ അരികിലേക്ക് എല്ലാവരും പോയത് കൊണ്ട് തന്നെ ഇവരുടെ സംസാരം ആരും തന്നെ കേൾക്കുന്നില്ല. അവന്തിക വീണ്ടും അർച്ചനയോട് പറയുന്നു, മനസ്സിൽ കുറിച്ചിട്ടോ, ഇത് നിന്റെ ഒടുക്കത്തെ പോക്കാണ്. ഇനി ഒരിക്കലും നിനക്ക് പഠിച്ചവട്ടേണ്ടി വരില്ല. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കില്ല. അർച്ചന പറയുന്നു, സന്ദീപിനോട് ഞാൻ യാത്ര പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ? പോട്ടെ എന്നല്ല പറഞ്ഞത്, പോയിട്ട് വരട്ടെ എന്നാ പറഞ്ഞത്. എൻ്റെ ഒടുക്കലത്തെ പോക്കായിട്ട് നിങ്ങൾ ഇതിന് കാണണ്ട. ഇവിടെ നിന്നിറങ്ങിയാൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും എൻ്റെ കുഞ്ഞിൻ്റെ ദോഷം കൊണ്ടല്ല എന്ന് ഞാൻ തെളിയിക്കും. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അന്ന് ഈ വീട്ടിൽ നിങ്ങളുടെ പടിയിറക്കമായിരിക്കും. എന്നേക്കുമായി നെല്ലിശ്ശേരിയിൽ നിന്നും നിങ്ങൾക്ക് പോകേണ്ടി വരും. അങ്ങനെ ഒരു ദിവസമുണ്ടെന്ന് ഉറപ്പിക്കുന്ന ദിവസം മാത്രം ഞാൻ ഇവിടേക്ക് പടി കയറും. ഇത്രയും പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാലും അർച്ചന പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് അവന്തിക. അച്ചുചേച്ചി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആതിര അർച്ചനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കരയിലെന്ന് പറഞ്ഞ് ആതിരയെ സമാധാനിപ്പിക്കുകയാണ് അർച്ചന. അനഘയിൽ നിന്നും അർച്ചന കുഞ്ഞിനെ വാങ്ങി അനഘയെയും കെട്ടിപ്പിടിക്കുന്നു. സ്നേഹയോടും യാത്ര പറയുന്നു. പിന്നെ ധനുഷിനോടും സന്ദീപിനോടും പോകാൻ നേരം ആ വീട്ടിലേക്ക് കണ്ണു നിറഞ്ഞുകൊണ്ടൊന്ന് നോക്കുകയാണ് അർച്ചന. കുഞ്ഞുപോലും ടാറ്റ പറയുകയാണ് അവരോട്. ഇതൊക്കെ മുകളിൽ നിന്ന് കാണുകയാണ് സച്ചി. സന്തോഷത്തോടെ ആ യാത്രയയപ്പ് കാണുകയാണ് അവന്തിക. കണ്ണു നിറഞ്ഞ് കാണുകയാണ് സച്ചിയും. അങ്ങനെ ഇപ്പോൾ അർച്ചന വീടിൻ്റെ പടി ഇറങ്ങിയിരിക്കുന്നു. എല്ലാവർക്കും സങ്കടം മാത്രം. പിന്നീട് കാണിക്കുന്നത് അവന്തിക ഭക്ഷണവുമായി സേതുവിൻ്റെ അരികിലേക്ക് വന്നു. സേതു കിടക്കുകയായിരുന്നു. അവന്തിക ഭക്ഷണം അവിടെ കൊണ്ടുവച്ചപ്പോൾ സേതു അവന്തികയൊന്ന് നോക്കി. ഒന്നും മിണ്ടാതെ അവന്തിക പോയി. തുടർന്ന് മീര ഭക്ഷണം എടുത്ത് വെക്കുകയായിരുന്നു എല്ലാവർക്കും. ആ സമയത്തായിരുന്നു അവന്തികയുടെ കോള്. നിന്റെ നാത്തൂൻ രാവിലെ ഇവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇത് കേട്ട് മീര പറയുന്നു, എൻ്റെ തലവിധി അനുഭവിക്കാതെ പറ്റില്ലല്ലോ. അതെങ്ങനെയാ? ഞാൻ പറയുന്നത് ഇവിടെ ആരെങ്കിലും ഒന്ന് കേൾക്കണ്ടേ? ദോഷങ്ങളുടെ ഭാണ്ഡക്കെട്ടുമായിട്ടാണ് ഇവിടുന്ന് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് ഓർമ്മ വേണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഞാൻ മീരയോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണെന്ന് അവന്തിക. അതെനിക്ക് മനസ്സിലായി. ഏതായാലും നല്ല സഹായമാണ് അവന്തിക ചെയ്തത് എന്ന് മീര പറയുമ്പോൾ അവന്തിക പറയുന്നു, നീ കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ സ്ഥിരമായി താമസിക്കാനുള്ളതല്ലേ അവൾ അവിടെ? അല്ല, അപ്പോൾ പ്രസവം കഴിഞ്ഞ് അവൾ നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു വരുന്നില്ലേ എന്നെ മീര പറയുമ്പോൾ അവന്തിക പറയുന്നു, ഇല്ലെന്നാ കേട്ടത്. അതുകൊണ്ടാ നിന്നോട് സൂക്ഷിക്കാൻ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എത്താറായി കാണും. സ്വീകരിക്കാൻ കർപ്പൂരത്താലവുമായി റെഡിയായിട്ട് നിന്നോളൂ. അപ്പോൾ ശരി, വെക്കുകയാണെന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു. ഇനി കുറച്ചു നാളെ സ്വന്തം വീട്ടിലുള്ളവർ അനുഭവിക്കട്ടെ എന്ന് ഫോൺ വെച്ചതിന് ശേഷം അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു. ഈ സമയം അനൂപ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. കമലയും അവിടേക്ക് വന്നു. ദേഷ്യത്തോടെ മീര ഭക്ഷണം അവിടെ കൊണ്ടുവച്ച് എറിഞ്ഞതുപോലെ തന്നെയാണ് വെക്കുന്നത്. നിനക്കിത് എന്ത് പറ്റി? കടന്നൽ കുത്തിയതുപോലെ എനിക്ക് അനൂപ് പറയുമ്പോൾ മീര പറയുന്നുണ്ട്, കടന്നലല്ല, ചിലപ്പോൾ കാട്ടിലെ പുലി നാട്ടിലിറങ്ങി വന്ന് നമ്മളെ കൊല്ലും. അത്രയ്ക്കുണ്ട് കഷ്ടകാലം. ഇവൾക്ക് ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഈ അസുഖം.
ചിലപ്പോൾ ചികിത്സിക്കേണ്ടി വരുമെന്ന് കമല പറയുമ്പോൾ മീര പറയുന്നു, ചികിത്സിക്കേണ്ടത് എന്നെയല്ല, അഹങ്കാരവും കാണിച്ച് നെല്ലിശ്ശേരിയിൽ നിന്നും പടിയിറങ്ങി വന്ന സ്വന്തം മകളെയാണ്. അവൾ അവിടെ നിറങ്ങിയെന്ന് അനൂപ് ചോദിക്കുന്നുണ്ട്. വിളിച്ചില്ലെന്ന് മീരയും. എപ്പോഴേ ഇറങ്ങി സ്വീകരിക്കാൻ തയ്യാറായിട്ടിരുന്നു എല്ലാവരും എന്ന് മീര. അപ്പോൾ ഒരു ഹോണടി കേൾക്കുന്നു. വന്നെന്ന് തോന്നുന്നു എന്ന് കമല പറയുമ്പോൾ പറഞ്ഞ് നാവ് എടുത്തില്ല. അപ്പോഴേക്കും എത്തിയെന്ന് മീരയും പറയുന്നു. അങ്ങനെ വൃന്ദാവനത്തിൽ എത്തിയിരിക്കുകയാണ് അർച്ചന. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.